ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം ജെറമ്യ 50-ാം അധ്യായം. കർത്താവ് പറയുന്നു, ബാബിലോണിൻ്റെ പതനം, ഇസ്രായേലിൻ്റെ മോചനം. കൽദായരുടെ ദേശമായ ബാബിലോണിനെക്കുറിച്ചു ജെറമ്യ പ്രവാചകന് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കുക, പതാക ഉയർത്തി ഘോഷിക്കുക, ഒന്നും ഒളിച്ചുവെക്കാതെ വിളംബരം ചെയ്യുക. ബാബിലോൺ പിടിക്കപ്പെട്ടു, ബേൽ ലജ്ജിക്കുന്നു, മെറോദാക്ക് സംഭ്രമിക്കുന്നു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ അപമാനിതമായി, അവളുടെ ബിംബങ്ങൾ കിടിലം കൊള്ളുന്നു. വടക്കുനിന്നൊരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു. അവർ അവളുടെ ദേശം ശൂന്യമാക്കും, ആരും അവിടെ വസിക്കുകയില്ല. മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും. ആ ദിവസം വരുമ്പോൾ ഇസ്രായേലിൻ്റെ യൂദായും വിലപിച്ചുകൊണ്ടു തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് ഒന്നിച്ചുകൂടും. അവർ സിയോനിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും. അവർ പറയും, വരുക, അവിസ്മരണീയമായ ഒരു ശാശ്വത ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.